ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തെ പറയാനും ജീവിതത്തിൻ്റെ മേഖലകളിൽ മഹാനവറുകൾ അനുവർത്തിച്ചു പോന്ന പരിശുദ്ധ മൂല്യങ്ങളെ അയവിറക്കാനും ഗൗസുൽ അഅ്ലമിൻ്റെ മഹത്വം പറയാനും ആണ് ഇവിടെ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു മനുഷ്യനാകുന്ന നമ്മെ പടച്ചു, ഓരോ വ്യക്തികളെയും പടച്ചു പരിപാലിച്ചതിനു പിന്നിൽ വ്യക്തമായ അജണ്ടകൾ അല്ലാഹുവിനുണ്ട്. മനുഷ്യൻ അവന്റെ ഇഹപര വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അവന്റെ ജീവിതത്തിന്റെ ഡ്യൂട്ടി. ഉഖ്റവിയായ ലോകം, ആ ലോകത്തിന്റെ നന്മക്കാവശ്യമായതെന്തും ഈ ഭൗതിക ലോകത്ത് സ്വീകരിക്കുക എന്നതാണ് മനുഷ്യനോട് അല്ലാഹു പറഞ്ഞ കൽപ്പനകളുടെ ആകത്തുക. ജീവിതത്തെ അല്ലാഹുവിൻ്റെ വഴിയിൽ സമർപ്പിക്കുമ്പോൾ അല്ലാഹു മനുഷ്യർക്ക് നൽകുന്ന ആദരവിൻ്റെ ഭാഗമായി ആ മനുഷ്യരിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ വെളിച്ചം സമൂഹത്തിന് ദർശിക്കാൻ പറ്റും. ഏതൊരു വിശ്വാസിയുടെയും മൂല്യം അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് ആ മൂല്യത്തിനനുസൃതമായി വിശ്വാസി ഉണർന്നു വരുന്നത്. ലോകത്ത് വിവിധങ്ങളായ ഭാഗങ്ങളും വിവിധങ്ങളായ മതങ്ങളും ഇസങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ പുതിയ ലോകത്ത് ആലോചിക്കുന്നത് അവന്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും സുഖങ്ങൾ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നാണ്. ഭൗതിക ലോകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും മാനുഷികമായി നേടിയെടുത്ത സ്വപ്നങ്ങളും അവന്റെ ആസ്വാദനങ്ങളും ഭൗതിക ജീവിതത്തിൽ ആത്മാവിനും കൂടി ആസ്വാദനവും ശാന്തതയും ലഭിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന കാലത്താണ് ലോക ജനങ്ങൾ മുഴുവനും ഉള്ളത്. ഇവിടെയാണ് ഗൗസുൽ അഅ്ലമിന്റെ പ്രസക്തിയേറുന്നത്. പ്രിയപ്പെട്ട ഉമ്മ അവിടുത്തെ ചെറുപ്രായത്തിൽ യതീമായി വളരുകയും ഉമ്മയുടെ ശിക്ഷണത്തിലും അവിടുത്തെ തർബിയത്തിലും വളരുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ തൊഴിലായി മാറിയ കാലികളെയും കൃഷികളെയും നോക്കി വളർത്തുക എന്നതായിരുന്നു ഗൗസുൽ അഅ്ലമിൻ്റെയും പ്രാഥമികമായ ജീവിത രീതികൾ. അത് വലിയൊരു പരിശീലനമായിരുന്നു. പൊതുസമൂഹത്തേക്ക് ഇറങ്ങുമ്പോഴും പ്രബോധിത ജനങ്ങളെ സ്വീകരിക്കുമ്പോഴും ഒരു മനുഷ്യൻ ആർജിക്കേണ്ട തീർച്ചയായ ക്ഷമ എന്നത് ഇതിലൂടെ ലഭിക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് ആടിനെ മേക്കാത്ത ഒരു അമ്പിയാക്കളും ഇല്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ലോകത്ത് അല്ലാഹു 1,24,000 പ്രവാചകന്മാരെ അയക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടത് 313 ആളുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം അവർക്ക് പ്രബോധനം അജണ്ടയല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുകയും ഇസ്ലാമിന്റെ വെളിച്ചം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും അവർ തനിയെ വിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതുമാണ് അവരോടുള്ള ഡ്യൂട്ടി. ഒരു മനുഷ്യൻ ഏറ്റവും സ്വാധീനം ചെലുത്താൻ ഏറ്റവും വലിയ ശക്തി ഇതാണ്. ജീവിതത്തെ കണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. മഹാനരായ ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഇറാനിലെ ജീലാനിൽ അവിടുന്ന് ഉദയം കൊള്ളുമ്പോൾ നീണ്ട 18 വർഷക്കാലം അവിടുത്തെ ഉമ്മയുടെ ശിക്ഷണത്തിൽ വളരുമ്പോഴും അവിടുന്ന് ജീവിക്കാൻ വേണ്ടി പാലു കറന്ന് വിറ്റ് അതോടൊപ്പം തന്നെ കിട്ടുന്ന ക്യാഷ് കൊണ്ട് തന്റെ ആലയിലുള്ള പശുക്കൾക്കും അതേപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം വീട്ടുകാർക്കും സമ്പാദിക്കുക എന്നതായിരുന്നു ഗൗസുൽ അഅ്ലമിന്റെ പ്രാഥമികമായ ജീവിതത്തിന്റെ രീതികൾ. ആ രീതികളിലും
പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഖുലഫാഉർ റാഷിദുകളിലൂടെ അതേപോലെ തന്നെ അമ്മവിയാക്കളിലൂടെ അബ്ബാസിയാക്കളിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ലോകത്ത് വ്യാപൃതമാവുമ്പോൾ മൂല്യങ്ങളില്ലാത്ത ഒരു ഇസ്ലാം അവസാന ഘട്ടത്തിൽ ലോകത്ത് വളർന്നു വരുമ്പോൾ ആ ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും യഥാർത്ഥ മൂല്യത്തെ സമൂഹത്തിന് പ്രതിവചിച്ചു കൊടുക്കുകയും ലോകത്തിന് അഹ്ലുസുന്നയുടെ യഥാർത്ഥ മൂല്യം കാണിച്ചു വരച്ചു കൊടുക്കുകയും ചെയ്തവരായിരുന്നു ഗൗസുൽ ആളം. അതുകൊണ്ടാണ് മഹാനവറുകളുടെ ഉറൂസുകൾ ഇന്ന് മദീനത്ത് പോലും ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീത മാസത്തിനു ശേഷം മഹാനരായ ഗൗസുൽ ആളമിനെ വെച്ചതിൽ തന്നെ വലിയ രഹസ്യങ്ങൾ ആലോചിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ഗൗസുൽ ആളം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുകയും പരിശുദ്ധമായ ദീനീ വഴിയിൽ സമർപ്പിച്ച് ഹബീബിന്റെ മാർഗത്തിൽ നിലകൊണ്ട് സമർപ്പിതരായി അല്ലാഹുവിന്റെ വഴിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ ചെറുപ്പത്തിൽ തന്നെ മഹാനവറുകളിൽ നിന്ന് പരിശുദ്ധമായ മൂല്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ ആ ഉമ്മ വിചാരിക്കുന്നു, എന്റെ ഈ മകനെ എനിക്കെന്നും ഉപകരിക്കുന്ന ഒരു വിധാനത്തിലേക്ക് എനിക്ക് പറഞ്ഞയക്കണം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പൂർണ്ണമായും പഠിക്കാനുള്ള വേദി എന്റെ മകന് സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഇറാനിലും ധാരാളം പഠന കേന്ദ്രങ്ങൾ അക്കാലത്തിലുണ്ടെങ്കിലും വിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കൊണ്ട് വളരെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അന്നത്തെ ആധുനിക കലാലയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇറാഖിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകനെ പറഞ്ഞയക്കുമ്പോൾ ഗൗസുൽ ആളം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉമ്മയുടെ കൈ പിടിച്ച് ദർസി പഠനം നടത്താൻ വേണ്ടി തിരിക്കുമ്പോൾ ഉമ്മ ആദ്യമായി നൽകുന്ന വസിയ്യത്ത്, മോനെ, ഞാൻ നിന്നെ ഇടക്ക് വന്ന് കാണണമെന്നോ എന്നെ തിരിച്ചു കാണണമെന്നോ ഞാൻ നിന്നോട് വസിയ്യത്ത് പറയുന്നില്ല. നിന്റെ പ്രിയപ്പെട്ട ഉപ്പ വളരെ പെട്ടെന്ന് മരണപ്പെട്ടതാണ്. എന്റെ തർബിയത്തിലാണ് നീ വളർന്നത്. നിന്റെ ഉമ്മയും ഉപ്പയുമായി ജീവിച്ചിട്ട് എനിക്ക് നിന്നെ അല്ലാഹുവിന്റെ വഴിയിലെത്തിക്കുക എന്നൊരു ദൗത്യം ഉമ്മയായ എനിക്കുണ്ട്. അതുകൊണ്ട് മോനെ, അല്ലാഹുവിന്റെ വഴിയിലേക്ക് നിന്നെ പറഞ്ഞയക്കുന്നതിനു വേണ്ടി ഈ ഭൗതിക ലോകത്തെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ നിന്നെ വിശുദ്ധമായ ഇസ്ലാമിന്റെ പഠനത്തിനു വേണ്ടി ഞാൻ പറഞ്ഞയക്കാൻ നിൽക്കുകയാണ്. എത്രയോ സമയങ്ങൾ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് വസിയ്യത്ത് ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ മഹാനരായ ഗൗസുൽ ആളം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അന്ന് അബ്ദുൽ ഖാദിർ എന്ന പേരിലേ ഉള്ളൂ, ആ സമയത്തും ഉമ്മയുടെ പ്രയാസം കണ്ടറിഞ്ഞിട്ടുണ്ട്. ഒരു വിധവ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അറിയാം, ഒരു യതീമിന്റെ നൊമ്പരങ്ങൾ അറിയാം. ആ സമയം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ചെയ്യുന്ന ഖിദ്മകൾ നിലച്ചു പോയിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ ഉമ്മക്ക് തണിയില്ലാതെയായി പോകുമല്ലോ എന്ന ചിന്തയിൽ മഹാനരായ ഗൗസുൽ ആളം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് 18 വയസ്സ് വരെ ഉമ്മയുടെ സമീപത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ഉമ്മയുടെ അനുസരണയിലായി ജീവിക്കുമ്പോ താൻ കൊണ്ടുപോകുന്ന നാൽക്കാലികളിൽ നിന്ന് ഒരു കാലി അവിടുന്ന് തിരിഞ്ഞു ചോദിക്കുകയാണ്, മോനെ, നിന്നെ അല്ലാഹു പടച്ചു വിട്ടത് ഇതിനു വേണ്ടിയാണോ? നീ ഭൗതിക ലോകത്തേക്ക് വന്നത് ഇതിനു വേണ്ടി മാത്രമല്ലല്ലോ. മഹാനരായ ഗൗസുൽ ആളം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള വടി നിലത്തിട്ട് ഉമ്മയുടെ വീട്ടിൽ പോയിട്ട്
നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുമ്പോ അവിടുന്ന് ഇറാഖിലേക്ക് പഠനം നടത്തുന്നതിനു വേണ്ടി തിരിക്കാൻ അവിടുന്ന് ആരംഭിക്കുകയാണ്, തയ്യാറെടുക്കുകയാണ്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട മകൻ മറ്റൊരു രാജ്യത്തേക്ക് പഠിക്കുമ്പോ ആ മകന് കൊടുക്കാൻ ഭക്ഷണം വേണം, ഭക്ഷണത്തിനാവശ്യമായ നാണയത്തുട്ടുകൾ വേണം. പക്ഷേ ഉമ്മയുടെ കയ്യിലില്ല. എന്റെ പ്രിയപ്പെട്ട മകന് ഞാൻ എങ്ങനെ നാണയത്തുട്ടുകൾ ശേഖരിച്ചു കൊടുക്കും? ജീവിതകാലത്ത് ഉമ്മ പാല് കറന്ന് വിറ്റ സമ്പത്തിന്റെ അല്പഭാഗം വീടിന്റെ പലയിടത്തുമുണ്ട്. എല്ലാം ശേഖരിച്ചു 48 ദിർഹം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിലെ 40 ദിർഹം മഹാനരായ ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ധരിക്കുന്ന ഷർട്ട് എടുത്തിട്ട് അതിന്റെ കക്ഷത്തിന്റെ ഭാഗത്ത് മഹാനവരുടെ ഉമ്മയങ്ങ് തുന്നിപ്പിടിപ്പിച്ച് അവിടുന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ആ ഉമ്മക്ക് ആകെയുള്ള വസിയത്ത്, മോനെ നീ കളവ് പറയരുത്, ജീവിതത്തിൽ ഹലാലല്ലാത്തത് ഭക്ഷിക്കരുത് എന്നാണ്. ഒരാളുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളിൽ വളരെ പ്രധാനം ഇതാണ്. മോനെ, വാപ്പയില്ലെങ്കിലും ഞാൻ ജോലി ചെയ്തിട്ടാണെങ്കിലും നിനക്കുള്ള ഭക്ഷണം ഞാൻ യഥാവിധി എത്തിച്ചു തന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അനർഹമായത് നിനക്ക് ഭക്ഷിപ്പിച്ചില്ല മോനെ. മുത്തഅല്ലിമായി പോകുമ്പോഴും ഉമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. അതേ സമയത്ത് ഇറാഖിലെത്തിയപ്പോൾ ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ചെലവിന് വേണ്ടി പോലും വീട്ടിൽ പോയില്ല. എല്ലാ സമയത്തും ഉമ്മയുടെ വാക്കുകളാണ് മനസ്സിൽ വരുന്നത്. ആഖിറത്തിൽ ഉമ്മാന്റെ രക്ഷയ്ക്ക് വേണ്ടി മകനെ പറഞ്ഞയച്ചതാണ്. നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മ എത്തുമ്പോ ഞാൻ രക്ഷയ്ക്കായി എത്തുമെന്ന പ്രതീക്ഷയിൽ ഒന്നും നോക്കാതെ എന്റെ ഉമ്മ എന്നെ പറഞ്ഞയക്കുമ്പോ ഞാൻ ആഖിറത്തിൽ ഉമ്മാന്റെ കൈ പിടിക്കാനുണ്ടാവണമല്ലോ. വഴിയിൽ വെച്ചു നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം.